കേട്ടിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, മന്ത്രിമാരുടെ പേരൊന്നും എനിക്ക് അറിയില്ല. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എന്തൊരു പരാജയമായത്. ഈ രാഷ്ട്രീയം ഒന്നും എനിക്ക് അറിയില്ല. ഈ രാജീവാണ് ആദ്യമായിട്ട് രേണു സുധി ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള ആളാരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രേണു സുധി എന്ന് പറയേണ്ടി വരും. കാരണം ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് രേണു സുധീൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും പറഞ്ഞാലും ഫുൾ നെഗറ്റീവ്. അതായത് നല്ലത് പറഞ്ഞാലും ശരി, മോശം ചെയ്താലും ശരി, എല്ലാം നെഗറ്റീവ് മാത്രമായിരുന്നു. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇവരെ ഇങ്ങനെയെല്ലാം പറയേണ്ട ആവശ്യം. അതായത് ചില കാര്യങ്ങൾ ഓക്കെ, പക്ഷെ ചിലതിൽ വെറുതെ ഇവർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരൊരു മേക്കപ്പ് ഇട്ടാൽ വരെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നതായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു കിടപ്പുണ്ടായിരുന്നത്. പക്ഷേ ബിഗ് ബോസ് സീസൺ 7 പോയിട്ട് പകുതിക്ക് വെച്ച് ഇറങ്ങി വന്നെങ്കിലും, പകുതിക്ക് വെച്ചല്ല, ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിച്ചു ഇവിടെ നിൽക്കണോ വേണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ, അതായത് വോട്ടിൻ്റെ കുറവ് കൊണ്ടല്ല, അല്ലാതെ തന്നെ പുള്ളിക്കാരത്തി സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് വീട്ടിൽ പോണേ എന്ന് ആദ്യത്തെ ആഴ്ച മുതൽ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇറങ്ങി വന്ന ആളാണ് രേണുസുധി. രേണുസുധി പുറത്തിറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഇഷ്ടംപോലെ ഉദ്ഘാടനങ്ങൾ, അതായത് വിദേശ രാജ്യങ്ങളായിട്ടുള്ള ബഹ്റൈൻ, ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം പോയി ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിൻ്റെ ഇൻ്റർവ്യൂ വരുമല്ലോ. അതായത് ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂസ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ആഴ്ച, അതായത് രണ്ടാമത്തെ ആളായിട്ട് ഒരു പുറത്തേക്ക് വന്ന RJ ബിൻസിയാണ്. അതായത് പുള്ളിക്കാരത്തി ആകെ 2 ആഴ്ച അവിടെ നിന്നിട്ടുള്ളെങ്കിലും എത്ര ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പുള്ളിക്കാരത്തി തന്നെ അറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് രേണുസുധി. കാരണം രേണുസുധി പിന്നെ പണ്ടും ബിഗ് ബോസ് പോകുന്നതിന് മുമ്പാണെങ്കിലും ആഴ്ചയിൽ 2 വീതം കൊടുക്കാറുണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അതായത് കാര്യങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ അന്നേരം ഉണ്ടാവുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ ആഴ്ച ഓരോ ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട്. അപ്പോൾ രേണുസുധി ഇപ്പോഴും അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല. പക്ഷേ രേണുസുധി ഇപ്പം കൊള്ളാം, അത്യാവശ്യം എന്താ പറയുക, ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്. രേണുസുധി അത്ര ഇപ്പോൾ ഈ RJ ബിൻസിനെയും മറ്റേ നമ്മുടെ ബാക്കിയുള്ള ശാരികനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രേണുസുധി പഞ്ചപാവമാണ്. ഓക്കെ, അപ്പോൾ രേണുസുധീൻ്റെ ചെറിയൊരു ഇൻ്റർവ്യൂവിലെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല, അതായത് എല്ലാം അറിയുന്നവരൊന്നും അല്ല നമ്മൾ ആരും. ഓക്കെ, പക്ഷേ നമുക്ക് ബേസിക്കായിട്ട്, അതായത് നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ചൊരു ഒരു കാര്യഗൗരവം വേണം, അല്ലെങ്കിൽ കുറച്ചൊരു ഇത് വേണം. അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു അറിവെങ്കിലും വേണ്ടേ. അല്ലാതെ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ വന്നു അയ്യോ എല്ലാവരും തികഞ്ഞവരല്ല, നീ എനിക്കെല്ലാം അറിയോ, അങ്ങനെയല്ല. നമുക്കും ഒന്നും അറിയൊന്നുമില്ല. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ മന്ത്രിമാരെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹിക നേതാക്കളെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ നമുക്കും അറിയില്ല. പക്ഷേ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ രേണുസുധി ഇനിയിപ്പം പെട്ടെന്ന് ചോദിച്ചതുകൊണ്ടുള്ള വെപ്രാളാണോ എന്നറിയില്ല, പക്ഷേ രേണുസുധീൻ്റെ ഒരു കോമഡി ആയിട്ട് തോന്നുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു പോർഷൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് ഇതൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ കാണുമെന്നും വേണ്ട, പക്ഷേ എന്നാലും എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ഇതും വെച്ചിട്ട് ബിഗ് ബോസ് പോലുള്ള ഷോയിലേക്കും ഈ പറയുന്ന ഇൻ്റർവ്യൂവറുടെ മുമ്പിലെല്ലാം പോയിരിക്കുന്നത് എന്നുള്ള ഒരു അതിശയമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇതൊരു കളിയാക്കലോ പരിപാടിയൊന്നും അല്ല, എന്നാലും സാമാന്യമായിട്ടുള്ള കുറച്ചൊരു ഇത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഒന്നുകൂടെ പറയുകയാണ്, ഒന്നും തികഞ്ഞവരല്ല, പക്ഷേ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് പറ. മന്ത്രിമാരുടെ പേരൊന്നും എനിക്ക് അറിയില്ല. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എന്തൊരു പരാജയമായത്. ഈ രാഷ്ട്രീയം ഒന്നും എനിക്ക് അറിയില്ല. ഈ രാജീവാണ് കേരളത്തിലെ ഒരു കടിയും മേടിച്ച് ഒരു ചോദ്യങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കും. ഞാൻ 10 എഴുതിക്കൊണ്ട് വന്നാ കൊല്ലണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ അതിന് ഈ ഉള്ളതെല്ലാം കടിക്കേണ്ടി വരും, ഉള്ളതെല്ലാം കടിക്കേണ്ടി വരും എന്നതുകൊണ്ട് ഞാൻ ഒരൊറ്റ ചോദ്യം കൂടി കൊണ്ട് അവസാനിപ്പിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേരെന്താ? ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് അറിയത്തില്ലേ? ഇന്ത്യക്കാരിയാണോ? ആരാ ഇന്ത്യയുടെ രാഷ്ട്രപതി? 6 വയസ്സുള്ള കൊച്ചു ഇതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് മോശം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ വല്ല മറ്റേ എന്താ പറയുക ഏതെങ്കിലും ഒരു മന്ത്രിൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നത് അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും രാജ്യത്തൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഇത്രയും ഇൻ്റർവ്യൂ എല്ലാം ചെയ്യുന്ന ഇൻ്റർവ്യൂ എല്ലാം കൊടുക്കുന്ന ആൾക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് അത് വലിയൊരു നാണക്കേട് തന്നെയാണ്. അപ്പോൾ എന്താണ് പുള്ളിക്കാരത്തി പറയുന്നത് നമുക്കൊന്ന് അബ്ദുൽ കലാം കേട്ടാ, പറഞ്ഞ പേര് കേട്ടാ, അവിടെയാണ്. അതായത് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഓക്കെ, പോട്ട് നീക്കാം. എന്നിട്ട് പറഞ്ഞ പേരേതാണ് അബ്ദുൽ കലാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് അബ്ദുൽ കലാം. ഇത് കളിയാക്കുന്നതോ അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കണം. പക്ഷേ ഇത്ര മണ്ടത്തരം പറയുമ്പം കുറച്ച് കളിയാക്കലാണേലും കുഴപ്പമൊന്നുമില്ല. ആള് ഉഷാർ തന്നെയാണ്, ജോറ് തന്നെയാണ്. പക്ഷെ വെച്ചാൽ അബ്ദുൽ കലാം എന്നെല്ലാം പറയുമ്പോൾ അത് കുറച്ച് കടന്നുപോയി. ഡോക്ടർ APJ അബ്ദുൽ കലാം എനിക്കറിയാം. ഇതിനെ പഠിച്ചോണ്ട് വെടിവെച്ച് ആ ഒരു മണ്ടത്തരം പറഞ്ഞതും പോരാ, എന്നിട്ട് ആ ഒരു ഇത് കണ്ട എൻ്റെ പൊന്നു രേണു ഞാൻ പറയുന്നത് അതിൽ ബോക്സ് ഒരു വെടിവെച്ച് കൊല്ലണം. എടുത്ത് കഴിച്ചു. ദ്രൗപദി മുർമു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, അത് അല്ല, ഇനിയുള്ള 2-3 വർഷം കൂടി ഒരെണ്ണം കടിച്ചാൽ മതി. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരെന്താ? ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരറിയില്ല, എന്നിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇടി കൊടുക്കേണ്ടതാണ്. ഇതിവർ ഒത്തോണ്ടുള്ള പരിപാടി ആയിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റേ ഈ നമ്മുടെ ഹോട്ട് സീറ്റ് ശാരിക ചെയ്യുന്ന പോലെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു ഇരിപ്പും സംസാരമെല്ലാം കണ്ടിട്ട് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നില്ല. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് അറിയാത്ത ആളോട് അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. ക്ലിന്റൺ അല്ല, ക്ലിന്റൺ. മണ്ടത്തരം പറഞ്ഞിട്ട് അച്ചിരിക്കും. പിന്നെ ആരാ? ക്ലിന്റണോ? ഞാൻ ഇപ്പൊ പറയാം. എന്റെ വായിലുണ്ടല്ലോ ഒബാമ. ആരാ? ബിൽ ക്ലിന്റൺ അല്ല, ഐസക് ന്യൂട്ടൺ. ഇതുവരെ അറിയത്തില്ല, കേട്ടിട്ടില്ലേ? ഐസക് ന്യൂട്ടൺ കേട്ടിട്ടുണ്ട്. ഇതായിരുന്നു അമേരിക്കൻ പ്രധാനമന്ത്രി. അമ്മോ, ഇവരെന്തൊക്കെ പഠിച്ചെന്നാ പറഞ്ഞത്? ഇവര് മറ്റേ എന്നാന്ന് ക്യാബിൻ ക്രൂ എന്തോ പരിപാടിയെല്ലാം പഠിച്ചല്ലേ? കൊള്ളാം എന്തായാലും. എൻ്റെ പൊന്നടാവേ, ഐസക് ന്യൂട്ടൺ അമേരിക്കൻ്റെ പ്രസിഡന്റ്. ഇനി ഒരൊറ്റ ചോദ്യം പോലും ഞാൻ ചോദിക്കാനില്ല. ഐസക് ന്യൂട്ടൺ ആണോ അമേരിക്കൻ പ്രസിഡന്റ്? ഡൊണാൾഡ് ട്രംപ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇനി ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാൻ, ഒരു അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം. ആരാണ് രാഹുൽ ഗാന്ധി? ഇന്ത്യയുടെ ആരാണ് രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിന്റെ പിന്നെ പലർക്കും പല എന്താ പറയുക കോമഡി രൂപത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല എന്താ പറയുക ഇതേപോലെ മൈക്കും പിടിച്ച് പോകുന്നവരോട് രാഹുൽ ഗാന്ധി മറ്റേ രാജീവ് ഗാന്ധിൻ്റെ ആളാണെന്നും രാജീവ് ഗാന്ധിൻ്റെ കൂട്ടുകാരനാണെന്നും മഹാത്മാഗാന്ധിൻ്റെ മരുമോനാണെന്നൊക്കെ ഉള്ള ഒരുപാട് ആൻസർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രേണുസുധീനോട് അതൊന്നും ചോദിച്ച് നിങ്ങൾ എന്താ പറയുക തളർത്താൻ കൊണ്ട് നോക്കണ്ട. പ്രധാനമന്ത്രി അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി അല്ലല്ലോ. പ്രധാനമന്ത്രി ആരാ? ഞാൻ പറയൂ, സോറി. നരേന്ദ്രമോദി സാർ. അതറിയാം, എന്തായാലും പ്രധാനമന്ത്രിനെ അറിയാം. ഭാഗ്യം, പ്രധാനമന്ത്രിനെ മാത്രം മാറ്റിയിട്ടില്ല. അപ്പൊ രാഹുൽ ഗാന്ധി ആരാണെന്നുള്ളത് നമ്മുടെ രേണുസുധി കണ്ടുപിടിച്ച് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. കോൺഗ്രസിന്റെ നേതാവല്ലേ? സോണിയാഗാന്ധിന്റെ ഹസ്ബൻഡ് ആണെന്നറിയാം. ആരാണ്? സോണിയാഗാന്ധിന്റെ ഹസ്ബൻഡ് ആണെന്ന് അറിയാം. അതേതായാലും അറിയാലോ. സോണിയാഗാന്ധിന്റെ ഹസ്ബൻഡ്. എന്റെ പൊന്നു രേണുസുധി, നിന്റെ അമ്മക്ക് ഒരു തുള്ളി ബുദ്ധിയില്ലാട്ടോടാ. രാജീവ് ഗാന്ധിയുടെ ഹസ്ബൻഡ് ആണ് സോണിയാഗാന്ധിയുടെ ഹസ്ബൻഡ് ആണ് രാജീവ് ഗാന്ധി. അവരുടെ മകനാണ് രാഹുൽ ഗാന്ധി. അവസാനം എത്തിച്ചല്ലോ അത്.
അതായത് പ്രതിപക്ഷ നേതാവാണ് കേട്ടോ കേരളത്തിന്റെ സോറി ഇന്ത്യയുടെ ഇപ്പൊ ഞായറിപ്പോനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഓക്കെ, നല്ല അറിവുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വളരെയധികം. അപ്പൊ നല്ല അറിവുള്ളൊരു കുഞ്ഞാണ് നമ്മുടെ രേണുസുതി. അതിലൊന്നും വലിയ കഥയൊന്നും ഇല്ല. പക്ഷേ വെച്ചാല് അത്യാവശ്യം ആളുകളുടെ പേരുകൾ, അതായത് രാഷ്ട്രപതിൻ്റെ പേരാണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ പേരാണെങ്കിലും അങ്ങനെയുള്ള പേരുകളെങ്കിലും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് രേണുസുതി. കാരണം ബാക്കിയൊക്കെ പൂട്ടി നോക്കാം, പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ എന്താണ് വേറെ രാജ്യത്തെല്ലാം പോയി കഴിയുമ്പം അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ വെറുതെ ചോദിക്കുകയാണ്, രേണുവച്ചിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മറ്റേ നമ്മുടെ അബ്ദുൽ കലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ താടിക്കിട്ട് തട്ടും. അതുകൊണ്ട് ഇപ്പം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രേണുസുതി വെറുതെ എയറിലേക്ക് പോകാൻ വേണ്ടി ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഇൻ്റർവ്യൂ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇവരോട് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പറയുക, ഇവരിത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുക. അല്ലാതെ പ്രധാനമന്ത്രി ആരാ, രാഷ്ട്രപതി ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരം വളമിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എയറിൽ നിന്ന് എയറിലേക്ക് പോകേണ്ടി വരും. ഇനിയിപ്പോൾ ഇതൊരു അറിഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു കളിയാക്കൽ വീഡിയോ ഒന്നും അല്ല. പക്ഷേ നമ്മൾ ആരും ഒന്നും തികഞ്ഞവരുമല്ല, എല്ലാം തികഞ്ഞവരുമല്ല. പക്ഷേ അത്യാവശ്യമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രധാനമന്ത്രി, രാഷ്ട്രപതിയൊക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ.